ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ കോപ്പിറൈറ്റ്സ് ആക്ട് 1957 ബാലൻസ് ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിൻ്റെ റെമഡീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തരാണെങ്കിൽ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ റൈറ്റ് ഓഫ് ഓതേഴ്സ്, അല്ലെങ്കിൽ ഡ്രോയിറ്റ് മോറൽ, അതല്ലെങ്കിൽ ദ പെറ്റേണിറ്റി റൈറ്റ് ആൻഡ് ദ ഇൻറ്റഗ്രിറ്റി റൈറ്റ് ഓഫ് ഓതേഴ്സ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സെക്ഷൻ 57 ഓഫ് ദ കോപ്പിറൈറ്റ് ആക്ടിൻ്റെ അകത്താണ് പറയുന്നത് ഒരു സ്പെഷ്യൽ റൈറ്റ് അല്ലെങ്കിൽ ഓതേഴ്സിൻ്റെ ഒരു ലിറ്റററി വർക്കിൽ ഒരു ഓതേഴ്സിൻ്റെ മോറൽ റൈറ്റിനെ പറ്റി പറയുന്നത്. അപ്പം ഈ ഒരു സ്പെഷ്യൽ റൈറ്റ് അല്ലെങ്കിൽ മോറൽ റൈറ്റ് എന്നൊക്കെ പറയുന്നത് ഓതറിൻ്റെ കോപ്പിറൈറ്റിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റാണ്, അതുമായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ മോറൽ റൈറ്റ് വിൽ ബി അവൈലബിൾ ഈവൻ ആഫ്റ്റർ അസൈൻമെൻറ്റ് ഓഫ് ദ കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റിൻ്റെ അസൈൻമെൻറ്റിന് ശേഷവും ഈ ഒരു മോറൽ റൈറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അസൈൻമെൻറ്റ് എന്താണെന്ന് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് അസൈൻമെൻറ്റ്. അപ്പോൾ ആ ഒരു കോപ്പിറൈറ്റ് അസൈൻമെൻറ്റിന് ശേഷവും മോറൽ റൈറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു ഓതറിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു ഓതറിൻ്റെ മോറൽ റൈറ്റ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ടു ക്ലെയിം ഓതർഷിപ്പ് ഓഫ് ദ വർക്ക്. ഒരു വർക്കിൻ്റെ ഓതർഷിപ്പ് ക്ലെയിം ചെയ്യുക, അതായത് ആ ഒരാളാണ് ഇതിൻ്റെ ഓതർ എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്നതാണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റീസ്ട്രെയിൻ ഓർ ക്ലെയിം ഡാമേജസ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡിസ്റ്റോർഷൻ, modification done to his work before the expiration of his copyright if such distortion, mutilation, modification or other act would be prejudicial to his honor or reputation. ആ ഒരു കോപ്പിറൈറ്റ് എക്സ്പയർ ആകുന്നതിന് മുന്നേ തന്നെ ഈ ഒരാളുടെ വർക്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂട്ടിലേഷനോ അല്ലെങ്കിൽ ഡിസ്റ്റോർഷനോ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വളച്ചൊടിക്കലൊക്കെ നടന്നു, അവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിൽ, എപ്പോഴാണ് കോപ്പിറൈറ്റ് എക്സ്പയർ ആകുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ തടയാനോ റീസ്ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ട കോമ്പൻസേഷൻ, അതായത് ആ ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ടോ ഈ ഒരാൾക്ക് പറ്റും. അപ്പോൾ അത് എപ്പോഴാണ് ആ ഒരു ഈ പറയുന്ന ഡിസ്റ്റോർഷനോ മ്യൂട്ടിലേഷനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനൊക്കെ ആ ഒരാളുടെ ഓണറിനെ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു കണ്ടീഷൻ, അങ്ങനെ ഒരു സംഭവം വരുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഈ ഒരു ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ടും അതിനെ റീസ്ട്രെയിൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നത്. അപ്പോൾ അതും ഒരു മോറൽ റൈറ്റിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഓർക്കുക. ഫസ്റ്റ് എന്താണ്, ഒരു വർക്കിൻ്റെ ഓതർഷിപ്പ് ക്ലെയിം ചെയ്യുക. രണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ എക്സ്പയറേഷന് മുന്നേ ആയിട്ട് എന്തെങ്കിലും മ്യൂട്ടിലേഷനോ ഡിസ്റ്റോർഷനോ മോഡിഫിക്കേഷനോ നടന്നു കഴിഞ്ഞാൽ അത് ആ ഒരാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ റീസ്ട്രെയിൻ ചെയ്യാനും അവിടെ ഡാമേജസ് ക്ലെയിം ചെയ്യാനുമായിട്ടുള്ള ഒരു റൈറ്റും ഉണ്ട്. അപ്പം ഇവിടെ മോറൽ റൈറ്റിനെ തന്നെ നമുക്ക് രണ്ട് റൈറ്റായിട്ട് പറയാൻ പറ്റും. ഒന്നാണ് പെറ്റേണിറ്റി റൈറ്റ്. അപ്പോൾ പെറ്റേണിറ്റി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിൻ്റെ ഓതർഷിപ്പ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റിനെയാണ് നമ്മൾ പെറ്റേണിറ്റി റൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ദ ഇൻറ്റഗ്രിറ്റി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രിറ്റി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ അതിന് മുന്നേ പറഞ്ഞ രണ്ടാമത്തെ പോയിൻ്റാണ്. അതായത് ഒരു ആ ഒരു ഓതറിൻ്റെ ഓണറിനെയോ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൈറ്റാണ് ഇൻറ്റഗ്രിറ്റി റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ മോറൽ റൈറ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് വരുന്നത്, പെറ്റേണിറ്റി റൈറ്റും ഇൻറ്റഗ്രിറ്റി റൈറ്റും. പെറ്റേണിറ്റി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓതർഷിപ്പ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇൻറ്റഗ്രിറ്റി റൈറ്റ് എന്ന് പറയുമ്പം ആ ഒരു ഓതറിൻ്റെ തന്നെ ഓണറും റെപ്യൂട്ടേഷനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ അവിടെ നമുക്കൊരു കേസ് നോക്കാം, അമർനാഥ് സേഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ അകത്ത് കോടതി പറഞ്ഞൊരു കാര്യമാണ്, ഒരു വർക്കിൻ്റെ ഓതറിന് ചില മോറൽ റൈറ്റുകളുണ്ട്. അയാളുടെ കോപ്പിറൈറ്റിൽ നിന്നും മാറി കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോറൽ റൈറ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോറൽ റൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓതറിൽ തന്നെ റിമെയിൻ ചെയ്തിരിക്കും. എപ്പോഴാണ്, ഈവൻ ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് കോപ്പിറൈറ്റ്. നമ്മൾ പറഞ്ഞില്ലേ, അസൈൻമെൻറ്റിന് ശേഷവും ഈ മോറൽ റൈറ്റുകൾ നിലനിൽക്കും, അതൊരു ഓതറിൽ തന്നെ നിലനിൽക്കും. ആൻഡ് ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു കോപ്പിറൈറ്റ് ടേം തീരുന്നത് വരെ അയാൾക്ക് കിട്ടുകയും ചെയ്യും, അത് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഇതാണ് അമർനാഥ് സീഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അതേ പോയിൻറ്റ്സ് തന്നെയാണ് ഈ ഒരു കേസിലും പറഞ്ഞത്. ചില കോപ്പിറൈറ്റ് അല്ലാതെ മറ്റ് ചില മോറൽ റൈറ്റുകൾ ഒരു ഓതറിന് കിട്ടുന്നുണ്ട്, അത് അസൈൻമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ട്രാൻസ്ഫറിന് ശേഷവും അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്.
ദെൻ ഇതിനകത്ത് ഇനി ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ റൈറ്റ് എന്താണ്, അല്ലെങ്കിൽ ഡ്രോയിറ്റ് മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാലോ അല്ലെങ്കിൽ പെറ്റേണിറ്റി റൈറ്റ് അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി റൈറ്റ് ചോദിച്ചു കഴിഞ്ഞാലോ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതേണ്ടത്. പെറ്റേണിറ്റി എന്താണെന്നും ഇൻറ്റഗ്രിറ്റി എന്താണെന്നും ഓർത്തിരിക്കുക. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്താണ് മോറൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രോയിറ്റ് മോറൽ എന്നും അതിന് പറയാറുണ്ട്. അപ്പോൾ അത് സെക്ഷൻ 57 ആ ഒരു സ്പെഷ്യൽ റൈറ്റ് അല്ലെങ്കിൽ മോറൽ റൈറ്റിനെ പറ്റി പറയുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് അതിൽ തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 40 തൊട്ട് 43 വരെ ഈ കോപ്പിറൈറ്റ് ആക്ടിനകത്ത് പറയുന്നതാണ് ഒരു ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് 40 to 43 എന്ന് പറയുന്ന സെക്ഷൻസ്. അപ്പം 40 തൊട്ട് 43 വരെ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഒരു ഫോറിൻ വർക്കിൻ്റെ മേലുള്ള കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അതിനുള്ള അധികാരമുള്ളത് ഫോറിൻ വർക്കുകളിൽ കോപ്പിറൈറ്റിൻ്റെ പ്രൊട്ടക്ഷന്. അപ്പോൾ സെക്ഷൻ 40 പ്രകാരം ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് എല്ലാ ബെനിഫിറ്റുകളും, അതിപ്പം എല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് ആ ഒരു ആക്ടിൻ്റെ അകത്തുള്ള പ്രൊവിഷനിലുള്ള എല്ലാ ബെനിഫിറ്റുകളുമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെയോ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട, ആ ഒരു വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, ഒരു ഫോറിൻ കൺട്രിയിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് അത് ഫോറിൻ കൺട്രിയിലാണ്, പിന്നെ അത് ചിലപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്, പക്ഷെ അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഒരു ഫോറിൻ കൺട്രിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വർക്കിന് എല്ലാ ബെനിഫിറ്റുകളും ഈ പറയുന്ന ആക്ടിൻ്റെ അകത്തുള്ള പ്രൊവിഷനിലുള്ള എല്ലാ ബെനിഫിറ്റുകളും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള, ആ ബെനിഫിറ്റ് അതിന് കൊടുക്കാനുള്ള ഒരു റൈറ്റ്, ആ ഒരു പവർ ആർക്കുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഉണ്ടെന്നാണ് സെക്ഷൻ 40 പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ബെനിഫിറ്റൊക്കെ ആ കോപ്പിറൈറ്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു ഒഫീഷ്യൽ ഗസറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്ന പവർ അനുസരിച്ച് അവർ ആ പവർ എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് ഓർഡർ അങ്ങനെ അവർ എക്സസൈസ് ചെയ്ത സമയത്താണ് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തതാണ് ഈ ഒരു ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് ഓർഡർ 1999 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ പ്രകാരം കോപ്പിറൈറ്റ് ആക്ടിൻ്റെ ആ ഒരു 1957 കോപ്പിറൈറ്റ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റിനും ആപ്ലിക്കബിൾ ആക്കണം എന്നുള്ളൊരു കാര്യം അവിടെ വന്നു, ആ ഒരു ഓർഡർ വഴി വന്നൊരു കാര്യമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് ഓർഡറിൻ്റെ അകത്ത് ഒരുപാട് കൺട്രീസിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ അകത്ത് ഒത്തിരി കൺട്രീസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൺട്രീസിൽ പബ്ലിഷ് ചെയ്യുന്ന വർക്കിന് ഇന്ത്യയിൽ പ്രൊട്ടക്ഷൻ കിട്ടും. ആസ് ഇഫ് ഇറ്റ് വെയർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. അതായത് ഇപ്പം അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് അമേരിക്ക ആണെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു വർക്ക് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അമേരിക്കയിലാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഓർഡർ പ്രകാരം അത് ഇന്ത്യയിലാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊട്ടക്ഷൻ അതിന് കിട്ടുമോ അതേപോലെയുള്ള പ്രൊട്ടക്ഷൻ ആ ഒരു വർക്കിന് ഇന്ത്യയിൽ കിട്ടുന്നതാണ്. ഇതാണ് ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ്. അപ്പോൾ അത് ഓർക്കുക, സെക്ഷൻ 40 തൊട്ട് 43 വരെയുള്ള സെക്ഷനിലാണ് ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ പറയുന്ന കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ, ഫോറിൻ വർക്കിന് വേണ്ടിയുള്ള കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ആദ്യം ആ ഒരു വർക്ക് ഇന്ത്യക്ക് പുറത്തായിരിക്കും പബ്ലിഷ് ചെയ്തത്, ഒരു ഫോറിൻ കൺട്രിയിൽ പബ്ലിഷ് ചെയ്ത വർക്കായിരിക്കും. എന്നിരുന്നാൽ പോലും അതിന് എല്ലാ ബെനിഫിറ്റുകളുമോ അല്ലെങ്കിൽ ചില ബെനിഫിറ്റൊക്കെ ഈ ഒരു സെക്ഷൻ 40 പ്രകാരം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പവറുണ്ട്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വഴി ആയിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. അതിനുശേഷം എന്താ പറഞ്ഞത്, ഇങ്ങനെ ഗവൺമെൻറ്റിന് കിട്ടിയ പവർ എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് അവരൊരു ഓർഡർ കൊണ്ടുവരുന്നത്. ആ ഒരു ഓർഡറിൻ്റെ പേരാണ് ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് ഓർഡർ 1999 എന്ന് പറയുന്നത്. അപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ പ്രകാരം കോപ്പിറൈറ്റ് ആക്ട് 1957 എല്ലാ പ്രൊവിഷൻസും ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റിനും കൂടെ ആപ്ലിക്കബിൾ ആക്കണം. അതുപോലെ തന്നെ അത് ഒരു ലോങ് ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട് കൺട്രീസിൻ്റെ, അത് ഫസ്റ്റ് ഷെഡ്യൂളിലാണ് പറയുന്നത്. അപ്പോൾ ആ കൺട്രീസിൻ്റെ അകത്ത് ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നാൽ പോലും ഇന്ത്യയിൽ അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുമോ അതൊക്കെ അവിടെയും കിട്ടുന്നതാണ്. ഇതാണ് ഇൻ്റർനാഷണൽ കോപ്പിറൈറ്റ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ബാലൻസ് ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.